CPI കേന്ദ്ര കമ്മിറ്റി നിയമനത്തിൽ അതൃപ്തിയില്ലെന്ന് പ്രകാശ് ബാബു. തന്നെ അവഗണിച്ചിട്ടില്ലെന്നും പ്രത്യേക പരിഗണന വേണ്ടെന്നും പ്രകാശ് ബാബു കൂട്ടിച്ചേർത്തു. അതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞവരോട് ചോദിക്കണമെന്നും പ്രതികരണം. ആനി രാജയ്ക്ക് ലഭിച്ച പദവി അർഹതപ്പെട്ടതാണെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ഉണ്ട് വിശദാംശങ്ങളുമായി. ശരത് ലാൽ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രകാശ് ബാബു പറഞ്ഞത്? കടുത്ത അതൃപ്തിയാണ് പ്രകാശ് ബാബു പ്രകടിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിന് നേരത്തെ കാനൂൻ രാജേന്ദ്രൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്ഥാനം വാഗ്ദാനം ചെയ്തതാണ്. എന്നാൽ അക്കാര്യത്തിൽ വിനോയ് വിശ്വം അക്കാര്യത്തിൽ വേണ്ടത്ര കാര്യങ്ങൾ പരിഗണിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഏതായാലും CPIയിലെ തർക്കം മറനീക്കി പുറത്തു വരുന്നു എന്നതാണ് പ്രകാശ് ബാബുവിന്റെ പ്രതികരണത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടനെ പ്രകാശ് ബാബുവിന് മറുപടിയായി ഉടനെ തന്നെ ബിനോയ് വിശ്വം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിനോയ് വിശ്വം പറയുന്നത് പ്രകാശ് ബാബു മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സീനിയോറിറ്റി ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കാര്യങ്ങളും മാധ്യമ സൃഷ്ടിയാണ്, മാധ്യമങ്ങൾ ആട്ടം കാണുകയാണ് കഥയറിയാതെ എന്ന ആക്ഷേപവും അദ്ദേഹം ബിനോയ് വിശ്വം ഉന്നയിച്ചു. ഏതായാലും ആനി രാജയുടെ ദേശീയ എക്സിക്യൂട്ടീവുകളുള്ള സ്ഥാനക്കയറ്റം ഒരു വലിയ വിവാദമായി CPIയിൽ ആളിക്കത്തുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിര ശരി, ശരത് ലാലാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.